അപ്പോൾ ഇന്നത്തെ ഫുഡ് നമുക്ക് ക്ലബ് മാരിയയിലാണ്. ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ചിക്കൻ്റെ നല്ല റോള് കാണാണ്ട്, ചിക്കൻ കൊണ്ടാട്ടുണ്ട്, അതുപോലെ ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെന്താണ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി റോസ്റ്റാണ്. പിന്നെ അപ്പമുണ്ട്, പൊറാട്ട ഉണ്ട്, നൂൽപുട്ടുണ്ട്, പിന്നെ പാൽക്കപ്പുണ്ട്, പിന്നെ ഫിഷ് മാംഗോ കറി ഉണ്ട്. മാംഗോ കറിക്ക് ആളിവിടെ വേറെ ഉണ്ട് കേട്ടോ, കാണുമ്പോൾ തന്നെ ചെറുക്കുണ്ട്. പിന്നെ മുട്ടക്കറി ഒന്നും നമ്മൾ ഒഴിവാക്കണില്ല. മട്ടൻ കറി ഉണ്ട്, നല്ല മട്ടൻ കറിയാണ്. തപ്പിയിട്ട് കിട്ടില്ല ഒന്നുമില്ല, സാധനം ഉണ്ട്, അടിയിൽ സാധനം ഉണ്ട്. ചെറുതാക്കി നുറുക്കിയതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടിപൊളി ബീഫാണ് കേട്ടോ. ബീഫൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. സാധനം കണ്ടാൽ തന്നെ അറിയാമല്ലോ. നെയ്ച്ചോറുണ്ട്, ഒക്കെ കുറേശ്ശെ എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കാൻ കഴിയണില്ല. ചോറുണ്ട്, സാധാ റൈസ് ഉണ്ട്, പിന്നെന്താ, പിന്നെ അതൊക്കെ തന്നെ മതിയായി. എന്താ ഈ ബീഫുണ്ടല്ലോ, ഈ ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കഴിച്ചാ മോനെ. ഇന്നത്തെ ഫുഡ് കലക്കിട്ട ലാസ്റ്റ് ബീഫും ചോറും. പിന്നെ ചിക്കൻ ഫിഷ് കറി, ബീഫ് പൊളിച്ചടിക്കിട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അതിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പാക്കേജ് എടുത്ത് വരികയാണ് നല്ലത്. പാക്കേജ് എടുത്ത് വന്ന് നമുക്ക് ഫുഡിൻ്റെ ഒരു കാര്യവും അറിയണ്ട, അടിപൊളി ഫുഡുകളാണ് കേട്ടോ. ഏതായാലും ഫോക്കസിൻ്റെ ഈ പ്ലാൻ ഉണ്ടല്ലോ, സൂപ്പർ അടിപൊളി. യൂട്യൂബ് സുന്ദരി ഇപ്പോൾ തീറ്റയൊക്കെ കയ്യിലാക്കിയിട്ടോ. ഇനി വീട്ടിൽ ചെന്നാൽ കയ്യിൽ വേണ്ടിയിരുന്നൊക്കെ തോന്നുന്നു കേട്ടോ. കയ്യിലും കത്തിയില്ല, നടക്കൂലെന്ന് പറഞ്ഞത്. ദുബായി പോയതിനാലെ ആള് ലെവല് മാറി. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ഫുഡ് കൊണ്ട് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ.